സങ്കീർത്തനത്തിൽ ശത്രു പറഞ്ഞ ചോദ്യത്തിന് സൊല്യൂഷന് തുല്യമായ ഒരു സൊല്യൂഷൻ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു. എന്തുവായിരുന്നു സൊല്യൂഷൻ? നീ എന്തോ ചെയ്യണം? നമ്മൾ വായിച്ചു വന്ന ഭാഗം 1-ാം വാക്യം. നീ എന്ത് ചെയ്യുക? ഓടിപ്പോവുക. ഞാൻ ഈ ഒരു ഭാഗം വായിച്ചപ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് വന്ന മറുപടി നെഹമ്യാവിന്റെ മറുപടിയായിരുന്നു. ഇതേ സൊല്യൂഷനാ നെഹമ്യാവിനോട് പറഞ്ഞത്. നെഹമ്യാവ് നീ എന്തോ ചെയ്യുക? ഓടിപ്പോവുക. നെഹമ്യാവിന്റെ മറുപടി എന്തോ അറിയോ? എന്നെ പോലെയുള്ള ഒരാൾ. ബാക്കി വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റ കാര്യം, എന്താ എന്റെ പ്രത്യേകത? എന്നെ പോലെയുള്ള ഒരാൾ എന്തോ ചെയ്യത്തില്ല. എല്ലാരും ഓടത്തില്ലെന്ന് പറഞ്ഞില്ല. ഒരു കൂട്ടം ആളുകൾ ഓടുമായിരിക്കും, ഒരു കൂട്ടം ആളുകൾ പേടിക്കുമായിരിക്കും. ഞാൻ ഓടത്തില്ല. എന്താ എന്റെ പ്രത്യേകത? 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, 3-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, നെഹമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്, ശ്രേഷ്ഠന്മാർ എന്തിനു ചുമൽ കൊടുത്തില്ല? ഒന്നാമത്തെ ധൈര്യം, ഞാൻ ചെയ്യുന്നത് കർത്താവിന്റെ വേലയാണ്. ഒന്നാമത്തെ ധൈര്യം, ഞാൻ ചെയ്യുന്നത് ഒരു രാജ്യത്തിന്റെ വേലയല്ല, ഒരു പ്രസ്ഥാനത്തിന്റെ വേലയല്ല, ഒരു സഭയുടെ ശുശ്രൂഷയല്ല. ഞാൻ ചെയ്യുന്നത് എന്റെ കർത്താവിന്റെ ജോലിയാണ്. കർത്താവിന്റെ വേലയിൽ നിൽക്കുന്നവരുടെ ഉത്തരവാദിത്തം ആർക്കാണ്? ആരും കരുതിയില്ലെങ്കിലും, ആരും ഒരു പ്രൊട്ടക്ഷൻ തന്നില്ലെങ്കിലും പേടിക്കണ്ട, ചെയ്യുന്നത് കർത്താവിന്റെ വർക്കാ. പ്രൊട്ടക്ഷൻ മേളിൽ നിന്നാണ്. രണ്ടാമത് ഒരു കാര്യം കൂടി ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് നെഹമ്യാവ്, എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമാണ്. 2 ധൈര്യം. 1, എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലം. 2, ഞാൻ ചെയ്യുന്നത് എന്റെ ദൈവത്തിന്റെ വേല. ഈ 2 ഉറപ്പ് മതിയെന്നേ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ. ഈ 2 ഉറപ്പ് മതിയെന്നേ എന്തിനേയും നേരിടാൻ. ഈ 2 ഉറപ്പുള്ള നെഹമ്യാവ് പറഞ്ഞതുപോലെ ഈ പകലിൽ നമുക്കും ചേർന്ന് പറയാം, എന്നെ പോലെയുള്ള ഒരാള്. നിങ്ങളുടെ സൊല്യൂഷൻ നല്ലതാ. ഓടിപ്പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സൊല്യൂഷനാ. പക്ഷെ ഞാൻ അത് ചെയ്യത്തില്ല. കാരണം ഞാൻ ചെയ്യുന്നത് എന്റെ ദൈവത്തിന്റെ വേലയാ. എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമാ. ഈ പകലിൽ എല്ലാ ഹൃദയങ്ങളും ഒരു നിമിഷം ദൈവസന്നിധിയിലേക്ക് പകരപ്പെടട്ടെ. കർത്താവേ, ലോകം എനിക്ക് ഉപദേശിച്ചു തരുന്ന മാതൃകകൾ, ലോകം എന്റെ മുൻപിൽ വെക്കുന്ന ആശയങ്ങൾ ഓടിപ്പോ. നിങ്ങളെ കൊണ്ട് ഇത് നേരിടാൻ കഴിയത്തില്ല. നിങ്ങളെ കൊണ്ട് പറ്റിയ കാര്യമല്ല ഇത്. നിങ്ങൾ ഇവിടെ നിന്നാൽ തകർന്നു പോകും. നിങ്ങൾ ഇവിടെ നിന്നാൽ നശിച്ചു പോകും. നിങ്ങൾ ഇവിടെ നിന്നാൽ തീർന്നു പോകത്തേ ഉള്ളൂ. എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്. ദാവീദിനോട് ചേർന്ന് പറ, ഞാൻ ശരണമാക്കിയിരിക്കുന്നത് ഒരു മനുഷ്യനെ അല്ല, ഞാൻ ശരണമാക്കിയിരിക്കുന്നത് ഒരു രാജ്യത്തെ അല്ല, ഞാൻ ശരണമാക്കിയിരിക്കുന്നത് അഖിലാണ്ടത്തിന്റെ ഉടയവനായ സർവ്വർക്കും